ഭരണി നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവസവിശേഷതകൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ധൈര്യശാലികളും നിശ്ചയദാർഢ്യമുള്ളവരുമായിരിക്കും. തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി പോരാടാനും ഏത് വെല്ലുവിളികളെയും നേരിടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. എടുത്തുചാട്ടക്കാരും മുൻപിൻ നോക്കാതെ പ്രവർത്തിക്കുന്നവരുമാണെന്ന ഒരു ധാരണയുമുണ്ട്. ധൈര്യം. ഭരണി നക്ഷത്രക്കാർക്ക് സഹജമായ ധൈര്യമുണ്ടാകും. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അപകടങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും ഇവർക്ക് കഴിയും. നിശ്ചയദാർഢ്യം. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അത് പൂർത്തിയാക്കാതെ ഇവർ പിന്മാറില്ല. ലക്ഷ്യബോധവും അതിനായുള്ള കഠിനാധ്വാനവും ഇവരുടെ പ്രത്യേകതയാണ്. നേതൃത്വഗുണം. മറ്റുള്ളവരെ നയിക്കാനും കാര്യങ്ങൾ നിയന്ത്രിക്കാനുമുള്ള ഒരു സ്വാഭാവിക കഴിവ് ഇവർക്കുണ്ടാകാം. സത്യസന്ധത. ഭരണി നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും തുറന്നു സംസാരിക്കുന്നവരുമായിരിക്കും. എടുത്തുചാട്ടം. ചില സമയങ്ങളിൽ ഇവർ മുൻപിൻ ആലോചിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. സ്വാതന്ത്ര്യബോധം. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ആരുടെയെങ്കിലും കീഴിൽ പ്രവർത്തിക്കാനും ഇവർക്ക് താൽപ്പര്യമുണ്ടാകില്ല. കുടുംബസ്നേഹം. കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഇവർക്ക് നല്ല സ്നേഹബന്ധമുണ്ടായിരിക്കും. ഭരണി നക്ഷത്രവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. ഗണം. മാനുഷഗണം. ഭാഗ്യനമ്പർ 9. ഭാഗ്യനിറം ചുവപ്പ്. ഭാഗ്യരത്നം പവിഴം. വൃക്ഷം നെല്ലി. പക്ഷി കാക്ക. യോനി സ്ത്രീ ആന. യോജിക്കുന്ന നക്ഷത്രങ്ങൾ. ഒരു നക്ഷത്രത്തിന്റെ പൊരുത്തം പല മാനദണ്ഡങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എങ്കിലും പൊതുവായി ഭരണി നക്ഷത്രക്കാർക്ക് നന്നായി യോജിക്കുന്ന ചില നക്ഷത്രങ്ങൾ ഇവയാണ്: അശ്വതി, കാർത്തിക, പൂരം, ഉത്രം, അത്തം, ചിത്തിര, അവിട്ടം, ചതയം, ഉത്രട്ടാതി. യോജിക്കാത്ത നക്ഷത്രങ്ങൾ. പൊതുവെ ഭരണി നക്ഷത്രക്കാർക്ക് അത്ര നന്നായി യോജിക്കാത്ത ചില നക്ഷത്രങ്ങൾ ഇവയാണ്: രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, ആയില്യം, മകം, മൂലം, പൂരാടം, ഉത്രാടം. ഭരണി നക്ഷത്രക്കാർ ജപിക്കേണ്ട മന്ത്രങ്ങൾ. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ദേവതയും മന്ത്രങ്ങളുമുണ്ട്. ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മരാജനാണ്. ഈ നക്ഷത്രക്കാർക്ക് താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. 1. യമധർമ്മരാജമന്ത്രം. ഇതൊരു ലളിതമായ മന്ത്രമാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് ദോഷങ്ങൾ അകലാനും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കും. 2. ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം എല്ലാ ദുരിതങ്ങളെയും അകറ്റാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. ദിവസവും ഈ മന്ത്രം ജപിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഗുണകരമാകും. 3. മൃത്യുഞ്ജയ മന്ത്രം. ഈ മന്ത്രം രോഗങ്ങളിൽ നിന്നും മറ്റു ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മന്ത്രം ജപിക്കുന്നത് ആശ്വാസം നൽകും. സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ. ഭരണി നക്ഷത്രക്കാർക്ക് സന്ദർശനം നടത്തുന്നത് ഉത്തമമായ ചില ക്ഷേത്രങ്ങൾ താഴെ പറയുന്നവയാണ്. 1. യമധർമ്മരാജ ക്ഷേത്രങ്ങൾ. യമധർമ്മരാജാവിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. അത്തരം ക്ഷേത്രങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. 2. നെല്ലിമരങ്ങൾ പ്രധാനമായുള്ള ക്ഷേത്രങ്ങൾ. നെല്ലിയാണ് ഭരണി നക്ഷത്രത്തിന്റെ വൃക്ഷം. അതിനാൽ നെല്ലിമരങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത്